നമ്മളെ സർക്കാരിന്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റു ഓഫീസുകളെയും എല്ലാം കേന്ദ്രീകരിച്ച് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശുചിത്വം എന്ന് പറഞ്ഞ ഒരു വർഷത്തിന് വേണ്ടിയിട്ടുള്ളത് എന്നല്ല അതിന്റെ അർത്ഥം, എല്ലാ കാലത്തും വേണ്ടതാണ് ശുചിത്വം, അല്ലെ? പക്ഷെ ഈ വർഷത്തോടു കൂടി നമ്മുടെ കേരളം പൂർണ്ണമായും മാലിന്യമുക്തം തന്നെ മറ്റു ഓഫീസുകളിലും ഇതേപോലെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ശുചിത്വ മിഷൻ എല്ലാ ജില്ലയ്ക്കും ഉണ്ട്. അപ്പൊ ആ ശുചിത്വ മിഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ സ്കൂളുകളിലും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മറ്റു ഓഫീസുകളിലും എല്ലാം 2025 ജനുവരി 1 മുതൽ 7 വരെ ശുചിത്വ, അതായത് മാലിന്യം വലിച്ചെറിയാൻ പാടില്ല എന്ന ഒരു സന്ദേശം എല്ലാവരിലെയും എത്തിക്കാൻ വേണ്ടി ഒരു വലിച്ചെറിയൽ വിരുദ്ധ വാരം ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയും അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ചെയ്യുന്നത്. കഴിഞ്ഞ് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയാവുന്ന വസ്തുക്കളെ, അല്ലെ, ഉപയോഗശൂന്യമായ വസ്തുക്കളെ നമുക്ക് എന്ത് പറയാം? മാലിന്യം എന്ന് പറയാം, അല്ലെ? അത് നമ്മൾ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ആവാം, അല്ലെങ്കിൽ പച്ചക്കറി മുറിച്ചു, അല്ലെ, പാവക്ക മുറിച്ചു, കുമ്പളങ്ങ മുറിച്ചു, ഇതെല്ലാം മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊലിയും കുറച്ച് സാധനവും വരും, അല്ലെ? അതും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉപയോഗശൂന്യമാണ്. അതും ഏതിൽ പെട്ടു? മാലിന്യത്തിൽ പെട്ടു, അല്ലെ? പേപ്പർ പെട്ടു, നമ്മളെ വീട്ടിലുണ്ടാകുന്ന മറ്റ് വേസ്റ്റുകൾ പെട്ടു, ഇതെല്ലാം മാലിന്യത്തിൽ പെട്ടു. പക്ഷെ മാലിന്യം 2 തരത്തിലുണ്ട്: ജൈവ മാലിന്യവും അജൈവ മാലിന്യം, അല്ലെ? ജൈവ മാലിന്യത്തിൽ ഉൾപ്പെട്ടതാണ് ഞാനിപ്പോ ഈ പറഞ്ഞ നമ്മളെ പച്ചക്കറി വേസ്റ്റും, അല്ലെ, അതുപോലുള്ള സാധനങ്ങൾ. അതല്ലാത്ത തരത്തിലുള്ള പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യത്തിനെയാണ് നമ്മൾ എന്ന് പറയാ അജൈവ മാലിന്യങ്ങൾ എന്ന് പറയും. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭൂമിക്കും നമ്മക്കും എല്ലാം എന്തായി മാറുന്നത്? അപകടകരമായി മാറുന്നത്. അപ്പൊ ഈ മാലിന്യങ്ങള് ഒഴിവാക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്, അല്ലെ? ഈ അജൈവ മാലിന്യങ്ങളുടെ പ്രത്യേകത, പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളുടെ പ്രത്യേകത, ഒരിക്കലും അത് ലയിച്ചു ചേരുന്നില്ല. പ്ലാസ്റ്റിക് കുറെ കാലം കഴിഞ്ഞ് മണ്ണിനടിയിൽ പ്ലാസ്റ്റിക് എടുത്തു നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ കുറെ ഭാഗം ഇങ്ങനെ ദ്രവിച്ചിട്ടെല്ലാം പോയിട്ടുണ്ടാവും, അല്ലെ? അത് എന്നാണാവുന്നത്? മണ്ണിലേക്ക് പൊടിഞ്ഞു ചേരാൻ ചെയ്യുന്നു, ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്, അല്ലെ? എന്തിനു പറയുന്നു? മനുഷ്യന്റെ മുലപ്പാലിൽ പോലും പ്ലാസ്റ്റിക്കുകൾ ഉണ്ട് എന്ന് അടുത്ത കാലത്ത് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളെ ശരീരത്തിലേക്കാണ് എത്തുന്നത്. ശരീരത്തിന് എത്രമാത്രം മോശമാവും നിങ്ങൾക്ക് അറിയുന്ന കാര്യം. നമ്മുടെ ശരീരത്തിൽ ദഹിക്കുക, ചോറുണ്ണുന്ന പോലെ അല്ലെങ്കിൽ എന്നാന്ന് ചപ്പാത്തി തിന്ന പോലെ ദഹിച്ചു ചേരുന്നതാണ്. ഇതെല്ലാം കൊണ്ടാണ് നമ്മളോട് എന്ന് പറയുന്നത് വലിച്ചെറിയാൻ പാടില്ല, വലിച്ചെറിയാൻ പാടില്ല പറയും. ഇത് നമ്മളത് ചെയ്യുന്നുണ്ടാ? ഇപ്പൊ ചെയ്യുന്നുണ്ടാ? നമുക്കൊരു ഹരിത അല്ലെ ക്ലാസ്, ഹരിത സഭ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ നമ്മളോട് പറഞ്ഞാൽ ഒരു മാലിന്യം ഒരിക്കലും വലിച്ചെറിയാൻ പാടില്ല, അല്ലെ? ആരെങ്കിലും വലിച്ചെറിയുന്ന കണ്ടാൽ എന്ത് വേണം? അവരോട് പാടില്ല എന്ന് പറയണം എന്നെല്ലാം പറഞ്ഞാണ്. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാ? ഉണ്ട്. നമ്മള് സ്കൂള് ചുറ്റുപാടും വൃത്തിയാക്കി, അല്ലെ? ഒരു ദിവസം നമ്മൾ ഒക്ടോബർ 31 നമ്മള് സ്കൂള് നമ്മുടെ ചുറ്റുപാട് പ്രദേശം എല്ലാം വൃത്തിയാക്കിയിട്ടുള്ളതാണ്. ഇപ്പൊ നോക്കുമ്പോൾ വീണ്ടും അതിന്റെ സൈഡിലെല്ലാം എന്ത് കാണുന്നുണ്ട്? ലേസിന്റെ പേപ്പർ